അച്ഛാ അച്ഛാ അച്ഛൻ എന്തിനാ ഈ രാത്രി മേശയും കസേരയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിക്കണേ? പിന്നെ നിന്റെ തലയിൽ കയറിയിരിക്കണോ? ആ ഒരു കുശലം ചോദിച്ചതല്ലേ. കുശലം ചോദിക്കാൻ കണ്ട സമയം. അച്ഛൻ ബിസിയാണാ? ആണ്. അച്ഛാ എന്താണ്? ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും വരാൻ പാടില്ലായിരുന്നു. അത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യം പറഞ്ഞാൽ അപ്പം മനസ്സിലാക്കണം. പിന്നെ വിഷമവും പശ്ചാത്താപവും ഒക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഇനി ഒരിക്കലും ട്രിപ്പിൾസ് അടിക്കാൻ പാടില്ല. അത് ഞാൻ ഇന്ന് രാവിലെ തീരുമാനിച്ചു. അമ്മ ഞങ്ങളെ രണ്ടുപേരും ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇനി അച്ഛനെ ധിക്കരിച്ച് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പറഞ്ഞു തന്നാൽ മനസ്സിലാവൂ. നിങ്ങൾ ന്യൂ ജനറേഷൻകാർക്ക് യാതൊരുവിധ ഉപദേശവും വേണ്ട. നിങ്ങൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോഴേ എല്ലാം പഠിച്ചിട്ടാണ് വരണത്. അങ്ങനെയാണല്ലോ പറയണത്. അനുഭവങ്ങൾ എന്നും അനുഭവങ്ങളാണല്ലോ അച്ഛാ. അതാണല്ലോ ശരിക്കുള്ള അറിവ്. അച്ഛന് മനസ്സിലായ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണം. അല്ല, മനസ്സിലാവാത്തത് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായതും കൂടെ മനസ്സിലാവാതെ പോകും. മനസ്സിലായ? എന്താണ് അടുത്തെന്തോ പരിപാടി ഒപ്പിക്കാനുള്ള ഒരു വരവാണല്ലോ. എന്താണ്? എന്ത് പരിപാടി? അച്ഛൻ ഇവിടെ കിടന്ന് ഓരോ കാര്യത്തിനും ബുദ്ധിമുട്ടുന്ന ഞങ്ങൾ കാണുകയല്ലേ. ഓരോന്നിനും ഓരോ കണക്കുണ്ടല്ലോ. ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഒരു 1000 രൂപ പോയത്. അതിൽ 100 രൂപ ഇനി ബാക്കി കൊണ്ട് കൊടുക്കുകയും വേണം. ആ കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത്. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണല്ലോ. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം അച്ഛന് ചെയ്യാന്ന് കരുതി. സഹായോ? അത്രക്കെങ്ങ് വേണോ? വേണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റൂല. മക്കളെ, ഒരുപാട് അങ്ങ് കൊഴിപ്പിക്കല്ലേ. രണ്ടും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ല, അച്ഛനെ സഹായിച്ചിട്ടേ ഞങ്ങൾ ഉറങ്ങാൻ പോവുള്ളൂ. ചേച്ചി കൊടുക്കട്ടാ? കൂടി മക്കളെ. അച്ഛാ, ഒരുപാടൊന്നുമില്ല. അച്ഛൻ ആ സ്റ്റേഷനിൽ കൊടുക്കാനുള്ള 100 രൂപ ഞങ്ങൾ തരാം. 100 രൂപ? 100 എടുക്കും. ഇതെവിടെ ഇത്രക്ക് ചില്ലറ? കുടുക്ക പൊട്ടിച്ച്. ഓഹോ, നിങ്ങൾക്ക് കുടുക്കയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അച്ഛന്റെ കുടുക്ക പൊട്ടിച്ച് 500 രൂപ കിട്ടി. 200 ചേച്ചി എടുത്ത്, 200 ഞാൻ എടുത്ത്, ബാക്കി 500. മണി മണി മണി, നീ ഇത് കണ്ടാ? ഓ മണി, എന്തുപറ്റി? ഞാനേ വീട്ടിൽ പോകുമ്പോ കുടുംബക്ഷേത്രത്തിൽ ഇടാനായിട്ട് ചില്ലറ പൈസ ഉള്ള ഒരു കുടുക്കല് വെച്ചിരുന്നു. രണ്ടും കൂടെ അത് പൊട്ടിച്ചിട്ട് 100 രൂപ എനിക്ക് കൊണ്ട് തന്നു. 200 രൂപ വെച്ച് അവളുമാർ എടുത്തിരിക്കുന്നു. അതിന്ന് 50-100 ഒക്കെ ഇടയ്ക്ക് ഞാനും എടുക്കാറുണ്ട്. അപ്പൊ അതാണത് നിറയാത്തത്. എന്തിന് എന്നെ ഇങ്ങനെ എല്ലാരും കൂടെ ദ്രോഹിക്കുന്നു? രണ്ടും കയറി പോയിക്കോണം. അത് അമ്മ ഇതെന്തോന്ന് കയ്യില് ചില്ലറയും പൊക്കി പിടിച്ചോണ്ട് അമ്മ പിച്ചക്കാര് വിളിക്കും പോലെ വിളിച്ചോണ്ടിരിക്കണേ? അമ്മ, എന്നെ തൊലയ്ക്കാനായിട്ട് 2 പിള്ളേരും ഒരു തള്ളയും. വല്ല സഹായം വേണോ? ഉരുളയ്ക്ക് പേര്